അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നോർക്ക സലാം അടച്ചിട്ട് മൈക്ക് കൂടുതൽ സെറ്റ് ചെയ്യുന്നത് ഒന്നും വിചാരിക്കില്ല. ഒരു 1-2 മണിക്കൂറോളം ഞങ്ങൾ പാടണം. ഇത്രയും ആളുകളെ ഇത്ര സെറ്റപ്പ് കൊണ്ടിട്ട് അത് വൃത്തി പാടണം. ഞങ്ങളൊക്കെ വയനാട് ചുരം ചെയ്യുന്ന സമയത്ത് ലോങ് യാത്രക്ക് വണ്ടിയിൽ എണ്ണുണ്ടോ ഒക്കെ നോക്കും. അതിനത് സേഫാണ്. യാത്ര ഒരിക്കലും അങ്ങനെയല്ല, അതൊരു യാത്രയല്ല. കൽബിൽ കിബറില്ലാത്തവർക്കും ഇഷ്ടമുള്ളവർക്കും ക്ഷമ ഉണ്ടായിരിക്കും. അല്ലാഹു തആല നിലനിർത്തട്ടെ. അല്ലാഹേ മാത്രം കൊള്ളടോ, മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ. അല്ലാഹുണ്ടെങ്കിലുണ്ട് സർവവും, ഇല്ലെങ്കിലൊന്നുമില്ലടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എള്ളിയിലെണ്ണ പോൽ കള്ളില്ലേരി പോൽ പാലിൽ വെണ്ണ പോൽ നിന്നിലും ഉള്ള റബ്ബിനെ മറ്റെവിടെയും തെണ്ടി നേരം കൊല്ലണ്ടടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വർഗ്ഗമാണല്ലാഹ് നരകമല്ലേടും, സ്വർഗ്ഗമാണല്ലാഹ് നരകമല്ലേടും, സ്നേഹമാണവനറിയടോ. നരക ജീവിതം സ്വർഗമാക്കുവാൻ അവനെ നീ സ്വന്തമാക്കടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പാമ്പിനെ ഭയക്കുന്ന രീതിയിൽ അല്ലാഹയെ ഭയക്കണ്ടടോ. ഉപ്പയെ പ്രിയം വെച്ച രീതിയിൽ അല്ലാഹയെ പ്രിയം വെക്കടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പെണ്ണിനാലെ നീ നാറിടാത്തത് ഹൗറിമാരെ നീ ലക്ഷിട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹ് അല്ലാഹ് റബ്ബുനല്ലാഹ്, അല്ലാഹ് അല്ലാഹ് ഹസ്ബുനല്ലാഹ്, നിഅ്മതുല്ലാഹ് നഷ്കുറുല്ലാഹ്, ذلك فضل من الله. لا إله إلا الله، لا إله إلا الله، لا إله
മുഹമ്മദ് മുസ്തഫ. ഒരു കാലിയാർ വന്നിട്ട് ഹബീബിനോട് ചോദിച്ചു, നബിയേ, അല്ലാഹു തആല ഒരു അടിമക്ക് എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവന്റെ അടിമകൾക്ക് കൊടുക്കുന്ന അനുഗ്രഹത്തിന്റെ കയ്യു കണക്കില്ല. ഇങ്ങനെ അല്ലാഹു തആല അല്ലാഹുവിന്റെ ഇഷ്ടം കൊണ്ട് പ്രത്യേകമായി ഒരു അനുരാഗത്തിന്റെ അടിമക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഏതാണ്? ആലിയാരത്തോട് ചോദിച്ചു മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ അവിടെ നിന്ന് കൊടുത്ത മറുപടിയാണ് ഈ ആ ചോദ്യത്തിന് പ്രത്യേകത. അള്ള കൊടുക്കുന്ന അനുഗ്രഹം ഏറ്റവും മനോഹരമായ അനുഗ്രഹം. എല്ലാം അനുഗ്രഹം. അപ്പൊ ഞാൻ 2 ദിവസം കണ്ണിന് എല്ലാകത്ത് ചെറിയ കുരുവില്ല. അപ്പൊ നല്ല വേദന കുറിച്ചിലൊക്കെ ഭയങ്കര പ്രയാസം. ഞാൻ ചിന്തിച്ചേറോപ്പേ ഇത്രയും കാലം ഞാൻ കണ്ണ് മൈൻഡ് ചെയ്തില്ല. ചെറിയ കുരു ഒന്നോ മൈൻഡ് ഇതുപോലെയാണ് ഈ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മനോഹരമായ അനുഗ്രഹം ഏതാണ്? അതായത് ഒന്നുകൂടെ നന്നാക്കി പറഞ്ഞാല് ഒരു വാപ്പ വീട്ടിലുള്ള മക്കൾക്ക് തിന്നാൻ കൊടുക്കാനുള്ളത് ഒരു വാപ്പാന്റെ ഉത്തരവാദിത്തം. അങ്ങനല്ലേ എന്നാൽ അതേ സ്ഥാനത്ത് തന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മക്കൾക്ക് അവള് പോലും അറിയാതെ സർപ്രൈസ് ആയിക്കൊണ്ട് ഒരു സ്വർണ്ണത്തിന്റെ മാല കൊണ്ടുപോയിട്ടില്ല. സ്നേഹം അതാ മകളുടെ പ്രത്യേക സ്നേഹം. ഇതുപോലെ അള്ളാഹു ഒരു അടിമയോട് പ്രത്യേക സ്നേഹം ഉണ്ടായിട്ട് അള്ളാഹു ഒരു അടിമ കൊടുക്കുന്ന അനുഗ്രഹം ചോദിച്ചപ്പോൾ ഹബീബ് കൊടുത്ത മറുപടിയാണ്, ആർക്കെങ്കിലും അവന്റെ ദുനിയാവിലെ ജീവിതത്തിൽ ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ നിശ്ചിത സമയം അവന്റെ ഹബീബിനെ കേട്ടിരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ അനുഗ്രഹമില്ല അലിയെ എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. അതായത് നമ്മൾ ഒരുമിച്ച് ഓരോരുത്തർ കൂടിയിട്ടുള്ളതാണ്. ഒന്നുകൂടി നന്നായി പറഞ്ഞാൽ നമ്മൾ ഇബാദത്തിന്റെ മേലെ കിടക്കുന്ന ഇഷ്കിന് വേണ്ടിയാണ് മുത്തു മുഹമ്മദ് മുസ്തഫ. അതിന്റെ ഞാൻ ഹജ്ജ് കഴിഞ്ഞ 10 കൊല്ലം കഴിഞ്ഞു. സദസ്സിന്റെ വില ഞാൻ ഹജ്ജിന് 10 കൊല്ലം കഴിഞ്ഞു. അത്ര കാലം നാട്ടിൽ മൻസൂറാജി രസമായിട്ട് കൊണ്ടുനടക്കും. അതിൽ ഒരിക്കലും ഒരാളിനെ മൻസൂറേന്ന് വിളിച്ചു അല്ലെങ്കിൽ മൻസൂർക്കാന്ന് വിളിച്ചു. അപ്പൊക്ക് തോന്നി ഈ മനുഷ്യൻ തന്നെ ഹാജിന്ന് വിളിക്കാത്ത ഞാനൊരു ഹജ്ജ് കഴിഞ്ഞാണല്ലേ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഹജ്ജ് ബാത്തിലായില്ലേ? ഒന്ന് പറഞ്ഞിട്ട് ബാത്തിലായില്ലയോ? അള്ളാഹു പത്തനത്തെ പള്ളിക്കുന്ന തറാവീഹ് പുറത്തിറങ്ങിയ അൽഹംദുലില്ലാഹ് ഇക്കൊല്ലത്തെ തറാവീഹ് കിട്ടിയോ ഇല്ലേ എന്ന് തീരുമാനിക്കൽ ആരാണ്? റബ്ബാണ്. പടച്ചോൻ അങ്ങാടിയിലെ വീട് പോയിട്ട് ഇങ്ങനെ ഉറങ്ങിയിരിക്കുക. അപ്പൊ ചോദിച്ചു, എന്താ കാത്തുണ്ടെങ്കിൽ ഉറങ്ങിയിട്ടില്ല? ഞാനിപ്പോ കുറച്ച് ഉറങ്ങില്ല. ഇപ്പൊ തഹജ്ജുദ് എണീക്കും, പിന്നെ സുബഹിക്ക് ജമാഅത്തിന് പോകാതല്ലേ ആ ക്ഷീണം. എന്നാൽ നാളെ പിറ്റേന്ന് ഉറങ്ങി പോയി ഇങ്ങനെ അകത്തിരിക്കുന്ന സമയത്ത് പുറത്തിരിക്കുമ്പോ എന്താ ഉറങ്ങി ചോദിച്ചപ്പോ ഒന്നുമല്ല, ഞാൻ കുറച്ചൊരു ഹബീബിന്റെ മജ്‌ലിസിൽ മുഹമ്മദ് മുസ്തഫ എന്ന അഭിമാനത്തോടു കൂടി പറഞ്ഞാൽ അത് പറഞ്ഞാൽ അതാണ് മുഹമ്മദ് മുസ്തഫ. കാരണം എന്താണ് ഞങ്ങൾക്ക് ഞങ്ങളെ ഹബീബിനെ കേൾക്കണം, അതിൽ പാടി രസിക്കണം. അതുകൊണ്ട് അപ്പൊ ഇനി പാടുന്ന പാട്ടുകൾ നാളെ ഒരുമിച്ച് പാടിപ്പോ അല്ലാഹു തആല കബൂലാക്കട്ടെ. മുത്തിന്റെ അടുത്തെത്താൻ ഒരേ ഒരു മാർഗം രാജാധികാരിയായ തമ്പുരാൻ ആരെങ്കിലും കൊതിക്കുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ മാർഗമാണ് രാജാധികാരിയായ തമ്പുരാന്റെ പ്രേമത്തിനെ പരിപൂർണമാക്കി ഇവിടെ വെളിവാക്കിയ മുത്തു മുഹമ്മദ് മുസ്തഫ. ഹബീബ് എന്ന് പറയുന്ന മാലിക് ഹബീബിലേക്ക് എങ്ങനെയാണ് അടുക്കാൻ പറ്റുക? കുറച്ച് ആളുകൾ അവിടെ അടുത്തിട്ടുണ്ട്, അവരെ കൂടെ അതിനാണ് നമ്മൾ